ഹായ് ഓൾ, അസ്സലാമലൈക്കും. ഇന്ന് ഫുഡ് റെസിപ്പിയൊന്നുമല്ല, നല്ലൊരു ഹെയർ ഓയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. 100% റിസൾട്ട് കിട്ടുന്ന ഓയിലാണ്. ഇതിനായിട്ട് ഞാനിവിടെ ചെമ്പരത്തിയുടെ ഇലയും പൂവും പിന്നെ കരിവേപ്പില, മൈലാഞ്ചി ഇല ഇതൊക്കെ ഒന്ന് ആദ്യം ക്രഷ് ചെയ്തിട്ട് വരാം. പിന്നെ ഇതിനായിട്ട് ഞാൻ നെല്ലിക്ക, കറ്റാർ വാഴയുടെ ഇല, ചെമ്പരത്തിയുടെ മൊട്ടുണ്ടെങ്കിൽ അതും എടുക്കാം. പിന്നെ ഇതിലോട്ട് ഉലുവയും കരിഞ്ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൽ ഞാൻ വെറും കോക്കനട്ട് ഓയിൽ മാത്രം ഒഴിച്ച് ചെയ്യുന്ന ഓയിലല്ല, ഇതിൽ കൂടി ഞാൻ 2 വേറെ ഓയിലും കൂടി ആഡ് ചെയ്താണ് ഈ എണ്ണ കാച്ചിയെടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് ആദ്യം ക്രഷ് ചെയ്തിട്ട് വരാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നെല്ലിക്കയും കറ്റാർ വാഴയും ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇതൊക്കെയൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരു കറ്റാർ വാഴയുടെ ഇലയും 1/2 ലിറ്റർ ഓയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ആദ്യം ഓയിലിലോട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. എല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതിയാകും. പൂവ് മുഴുവനോടി അങ്ങ് ഇട്ട് കൊടുക്കാം. നെല്ലിക്കയും കറ്റാർ വാഴയുമൊക്കെ ഒന്ന് ക്രിസ്പിയായി വരുന്നത് വരെ എണ്ണ മൂപ്പിച്ചെടുക്കാം. മുടി കൊഴിച്ചിൽ മാറാനും ഹെയർ നന്നായിട്ട് ലെങ്ത്ത് വയ്ക്കാനും നല്ലൊരു അടിപൊളി ബെസ്റ്റ് ഓയിലാണ്. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 3/4 ഭാഗമായിട്ടുണ്ട്. ഇതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഉലുവ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താലും നല്ലതാണ്. അതിലോട്ട് പിന്നെ 1.5 ടേബിൾ സ്പൂൺ കൈതോന്നിയുടെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇല കിട്ടുവാണെങ്കിൽ അതൊന്ന് ചതച്ചരച്ച് ചേർത്താൽ മതിയാകും. എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പൊടി എടുത്തിട്ടുള്ളത്. ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ വേറെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ 2 ഓയിലും കൂടി മിക്സ് ആകുമ്പോൾ പതഞ്ഞ് കളയാൻ ചാൻസ് ഉണ്ട്. ഇതിലോട്ട് 50 ഗ്രാം നല്ലെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് 50 ഗ്രാം കാസ്റ്റർ ഓയിൽ കൂടി ആഡ് ചെയ്യണം. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം കൂടി ലാസ്റ്റായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകം ചേർക്കുമ്പോൾ ഒരുപാട് ചൂട് വേണ്ട. ഓയിൽ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ബെസ്റ്റ് ഓയിലാണ്. 100% റിസൾട്ടാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.